അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നാലര സെന്റ് 2250 സ്ക്വയർ ഫീറ്റ് 4 BHK ഒരു കിടിലൻ വീട്. പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുമല പേയാട് കാവിൻപുറത്താണ്. നമ്മുടെ കാർമൽ സ്കൂൾ വഴി നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. വീടിൻ്റെ ഫ്രണ്ടേജിലായിട്ട് നല്ല വിസ്താരത്തിൽ ഒരു ടാറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ വെള്ളം പോകുന്നതിനും റോഡിൽ വെള്ളം പോകുന്നതിനും നല്ലൊരു വലിയ ഓട ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വീട്ടിലായിട്ട് 2 കാറുകൾ പാർക്ക് ചെയ്യാം. ഒന്ന് ഇൻബിൽഡ് ആയിട്ടും ഒന്ന് നമുക്ക് എക്സ്റ്റീരിയർ ആയിട്ടും കാർ പാർക്ക് ചെയ്ത് നിർത്താൻ പറ്റും. അതേപോലെ തന്നെ വാട്ടർ സോഴ്സ് ആയിട്ട് പൈപ്പ് കണക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഇന്റർലോക്ക് ഈ വീട്ടിൽ ഇട്ടിട്ടുണ്ട്. ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂമുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ വീട്ടിൽ ചെറിയ രീതിയിൽ ഒരു സിറ്റ് ഔട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീട് സ്ഥിതി ചെയ്യുന്ന കിഴക്ക് ദർശനത്തിലാണ് ഈ വീടിന്റെ ഫ്രണ്ടേജ് വരുന്നത്. നമ്മളെ സാധാരണ സിറ്റ് ഔട്ടിലൊന്നും കാണാത്തത് പോലെ തന്നെ നല്ല രീതിയിൽ ഡിസൈൻ ഗ്ലാസ് ഡിസൈൻ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ ജനാല എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ജനാല സിറ്റ് ഔട്ടിന്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഡോർ വരുന്നത് പ്ലാവിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അത് ഡബിൾ ഡോറാണ്. ഇനി നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള നല്ലൊരു വലിയ ഹാൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സൈഡിലായിട്ട് ഒരു TV യൂണിറ്റ് പാനിങ് വർക്കോട് കൂടിയ നല്ലൊരു TV യൂണിറ്റ് ഈ സൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയ രീതിയിലുള്ള പാനലിംഗ് വർക്ക് ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ഏരിയ വരുമ്പോൾ ഈ സൈഡിലോട്ട് ഡൈനിങ് ഏരിയ വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റെയറിന്റെ അടിയിലായിട്ട് നമ്മൾ ഇൻവേർട്ടർ വെക്കാനുള്ള ഒരു കബോർഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിൽ നമ്മളെ കുട്ടികളുടെ തിങ്സ് ഒക്കെ വെക്കാനുള്ള ചെറിയൊരു കബോർഡ് വർക്ക്. അതേപോലെ തന്നെ ഈ സൈഡ് സ്പേസ് വേസ്റ്റ് ആക്കി കളയാൻ നല്ല രീതിയിലുള്ള ചെറിയൊരു കബോർഡ് വർക്ക് നമ്മളെ തിങ്സ് ഒക്കെ അകത്തോട്ട് വയ്ക്കാനുള്ള ഒരു കബോർഡ് വർക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ചെറിയ ഹാളിൽ നിന്ന് ഇപ്പുറത്തോട്ട് നമ്മൾ ഡൈനിങ് ഏരിയയിൽ പാർട്ടീഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു കബോർഡ് വർക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ള ഒരു ജനാല തന്നെ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കിടിലം പ്ലംബിംഗ് വർക്കും ലുക്കോടും പാനലിംഗ് വർക്കോടും കൂടിയ നല്ലൊരു വാഷ് ബേസിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ കിച്ചണിലോട്ട് വരികയാണെങ്കിൽ ഓപ്പൺ മോഡുലാർ കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ചിമ്മിനിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കബോർഡ് വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു വുഡ് ഫിനിഷിലുള്ള ഒരു ടൈലാണ് നമ്മൾ കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്. കിച്ചണിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു നനകല്ല് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഗ്യാസ് ഒക്കെ വെക്കാനുള്ള ഒരു ഗ്രില്ല് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ കൃഷി ചെയ്യാനും ഒക്കെ ഉള്ള ചെറിയൊരു ഗാർഡൻ ഉള്ള ഒരു സ്പേസ് ഈ സൈഡിലായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂമുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് വാൾഡ്രോപ്പ് നമ്മളെ ഡ്രസ്സൊക്കെ വെക്കാനുള്ള വാൾഡ്രോപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വാൾഡ്രോപ്പിനോട് തന്നെ ഇൻബിൽഡ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ന്യൂ മോഡലാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇൻബിൽഡ് ആയിട്ട് നമുക്ക് അതിൽ മടക്കാനും തിരിച്ച് നൂത്ത് വയ്ക്കാനും പറ്റും. നമ്മളെ ഡ്രസ്സിംഗ് യൂണിറ്റിലെ ഗ്ലാസ് ഇതേപോലെ മടക്കാനും നൂത്ത് വയ്ക്കാനും ഒക്കെ പറ്റും. തിരിച്ച് അതേപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം എന്നുള്ളതേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ ബെഡ്റൂമിലെ ബാത്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിൽ നല്ല വർക്ക് ടൈൽ വർക്കോട് കൂടിയ ബാത്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു ജനാല ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടെസ്റ്റ് വർക്കോട് കൂടിയ സീലിംഗ് വർക്ക് ബെഡ്റൂമിൽ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കിടിലം വാൾഡ്രോപ്പ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
നല്ല രീതിയിലുള്ള ഒരു വാൾഡ്രോപ്പ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല കിടിലൻ ടെയിൽ വർക്കോട് കൂടിയ ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്ന ഹാൻഡ് റെയില് ഇത് പൈപ്പിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പൈപ്പിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വുഡ് ഫിനിഷിലുള്ള ഗ്രാസ് വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിൽ തന്നെ ഈ ഹാൻഡ് റെയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റെയർ കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് നല്ല രീതിയിലുള്ള പാനലിംഗ് വർക്ക് ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിലുള്ള സീലിംഗ് വർക്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സ്പേസിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സോഫ ഇട്ടൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ടി വി യൂണിറ്റ്, നല്ല മനോഹരമായ രീതിയിൽ പാനലിംഗ് വർക്കോട് കൂടിയ ഒരു ടി വി യൂണിറ്റ് ഇവര് ഫസ്റ്റ് ഫ്ലോറിലും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത് ചെറിയ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണിയിലാണ്. ഇവിടെ നല്ല രീതിയിലുള്ള ടെസ്റ്റർ വർക്ക് ഈ സൈഡിലായിട്ട് നല്ല രീതിയിലുള്ള ടെസ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ മുകളിലായിട്ട് നല്ല രീതിയിലുള്ള ലൈറ്റ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള നല്ലൊരു ഊഞ്ഞാൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂം, അതായത് ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ വാൾഡ്രോബിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഷെൽഫ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ തിങ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന ചെറിയൊരു ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നല്ല മനോഹരമായിട്ടുള്ള ഒരു വാൾഡ്രോപ്പാണ് അവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ തന്നെ നല്ല മനോഹരമായ രീതിയിലുള്ള സീലിംഗ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു ബാത്റൂമാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു ബാത്റൂമാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ബെഡ്റൂമിന്റെ ജനലിന്റെ സൈഡിലായിട്ട് ഇനി നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനും ഇത്തിരി റിലാക്സ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ പുറത്തോട്ട് ഈ ബെഡ്റൂമിന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഒരു ബാൽക്കണി, നമ്മൾ പുറത്തോട്ട് കായലിലെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന ചെറിയ രീതിയിൽ ഒരു ബാൽക്കണി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ബെഡ്റൂമിന്റെ സീലിംഗിലായിട്ട് നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വലുപ്പത്തിലുള്ള ഒരു വാൾഡ്രോപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ചെറിയൊരു ടേബിൾ, വാൾഡ്രോപ്പിനോട് ചേർന്ന് ചെറിയൊരു ടേബിളും നമ്മളെ തിങ്സ് ഒക്കെ വയ്ക്കാനുള്ള ഒരു കബോർഡ് വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല വലുപ്പത്തിലുള്ള വാൾഡ്രോപ്പാണ്. അതുപോലെ തന്നെ ഈ ബെഡ്റൂമില് സെപ്പറേറ്റ് ആയിട്ടാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നത്. നല്ല മനോഹരമായ രീതിയിൽ ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൽ കണ്ടുപോലെ തന്നെ ഈ ബെഡ്റൂമിലും നമുക്ക് അത്യാവശ്യം റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇതിന്റെ ജനാലയുടെ സൈഡിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നാലാമത്തെ ബെഡ്റൂമിന്റെ ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ന്യൂ മോഡലിലുള്ള ഷവറാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്ലോസറ്റും നൂതന മോഡലിലുള്ള ക്ലോസറ്റ് ആണ്. അടിയിൽ തറയിൽ ടച്ച് ചെയ്യാത്ത രീതിയിലുള്ള ന്യൂ മോഡലിലുള്ള ക്ലോസറ്റ് ആണ്. നമ്മൾ ഫ്ലഷ് ചെയ്യുന്നതൊക്കെ ഈ സൈഡിലാണ് ഫ്ലഷ് ചെയ്യുന്നത്. പുത്തൻ മോഡലിലുള്ള ക്ലോസറ്റ് ഒക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമ്മൾ ടെറസിലോട്ട് പോകുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഒരു ബാൽക്കണി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാൽക്കണിയുടെ ഈ സൈഡിലായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു പവർ പ്ലഗും അതേപോലെ തന്നെ വാട്ടർ കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള വാഷ് ബേസിൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുണികളൊക്കെ ഈ ഒന്നാമത്തെ നിലയിൽ നിന്ന് തന്നെ നനയ്ക്കാനുള്ള ഒരു നനകല്ല് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ തുണി നനയ്ക്കുന്ന വെള്ളം ഇതാ ഇവിടെ നിന്നിട്ട് താഴോട്ട് പോകാനുള്ള ഒരു പൈപ്പ് കണക്ഷൻ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കെട്ടി നിൽക്കാൻ നേരെ താഴോട്ട് തന്നെ പോകും. ഈ ബാൽക്കണിയുടെ സൈഡിലൊന്നും കെട്ടി നിൽക്കത്തില്ല. നമ്മൾ ഈ വീടിന്റെ ടെറസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ രീതിയിൽ നമുക്ക് മഴ സമയത്തൊക്കെ ഇരുന്ന് ചായ കുടിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ചെറിയൊരു റൂഫ് വർക്ക്, നല്ല ലൈറ്റ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു റൂഫ് വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിൽ തന്നെ ഒരു ചെറിയ ബാൽക്കണി പോലെ ടെറസിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ ടെറസ് നല്ല രീതിയിൽ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീടിന്റെ വാട്ടർ സ്റ്റോറേജ് ആയിട്ട് വരുന്നത് 1000 ലിറ്ററിന്റെ 2 വാട്ടർ ടാങ്കുകളാണ്. അത് തന്നെ ഈ വാട്ടർ ടാങ്കിൽ നിന്ന് പോകുന്ന വെള്ളത്തിന്റെ പ്രഷർ കൂട്ടുന്നതിന് ഒരു പ്രഷർ പമ്പ് ഇവിടെ ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഫെസിലിറ്റീസോട് കൂടി ഇത്രയും നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 96 ലക്ഷം രൂപ മാത്രമാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. ഈ വീട് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക.